ഗൾഫിൽ നിന്ന് നിരവധി വാർത്തകളാണ് ഇന്നുള്ളത്. അമേരിക്കൻ വ്യോമതാവളത്തിൽ ഖത്തറിന് പ്രത്യേക കേന്ദ്രം ഒരുക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇരു രാജ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ധാരണയിലും എത്തിയിട്ടുണ്ട്. കൂടാതെ മസ്കത്തിലെ തിരക്കൊഴിവാക്കാൻ കാർ പൂളിംഗ് സംവിധാനം വരികയാണ്. വിശദമായ വിവരങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. ദോഹയിൽ നിന്ന് മുഹമ്മദ് അബ്ബാസും മസ്കത്തിൽ നിന്ന് അലിക്കുട്ടായും തത്സമയം വിവരങ്ങൾ നൽകാനായി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. അമേരിക്കൻ വ്യോമതാവളത്തിൽ ഖത്തറിന് പ്രത്യേക കേന്ദ്രം ഒരുക്കിയിരിക്കുകയാണ് US. ഐഡഹോയിലെ മൗണ്ടൻ ഹോം എയർ ബേസിലാണ് ഖത്തർ വ്യോമസേനയ്ക്ക് സൗകര്യമൊരുങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട്. മുഹമ്മദ് അബ്ബാസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അബ്ബാസ്, ഇപ്പോൾ ഖത്തറിന് അമേരിക്കൻ വ്യോമതാവളത്തിൽ ഒരു പ്രത്യേക കേന്ദ്രം ഒരുക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറൊക്കെ ഒപ്പിട്ടു എന്ന് മനസ്സിലാക്കുന്നത്. ഏത് പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് കടന്നത്? അമൃത, നമ്മൾ നേരത്തെ അറിയുന്നത് പോലെ തന്നെ ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണം, ഈ ആക്രമണത്തിന് ശേഷം US-ഉമായുള്ള പ്രതിരോധ പങ്കാളിത്തം, സഹകരണം വർദ്ധിപ്പിക്കാൻ ഖത്തർ ഭരണകൂടം നേരത്തെ തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായി ഖത്തർ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധകാര്യ സഹമന്ത്രിയുമായ ഷെയ്ഖ് സൗദ് ബിൻ അബ്ദുൽ റഹ്മാൻ ബിൻ ഹസൻ അൽഥാനി US സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സന്ദർശന വേളയിലാണ് ഇങ്ങനെയൊരു തന്ത്രപ്രധാനമായ ഒരു ധാരണാപത്രത്തിൽ ഇരു രാഷ്ട്രങ്ങളും ഒപ്പുവെക്കുന്നത്. അഥവാ ഐഡഹോയിലെ ഒരു US-ൻ്റെ വ്യോമതാവളത്തിൽ ഖത്തറിൻ്റെ വ്യോമ ജെറ്റുകൾക്ക് ഒരു ഇടം കൊടുക്കുന്നതാണ് ഈ കരാർ. ഈ കരാർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു തന്ത്രപ്രധാന പ്രാധാന്യം എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഇസ്രായേൽ ദോഹയിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇവിടെ ഖത്തറിൻ്റെ സുരക്ഷയ്ക്കായി ഒരു അസാധാരണമായ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ട്രംപ് ഒപ്പുവെച്ചിരുന്നു. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു. കാരണം ഇനിയൊരു ആക്രമണം ഖത്തറിൻ്റെ മേൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഒപ്പുവെച്ചിരുന്നത്. അതൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഖത്തറിനെതിരെയുള്ള ഏതൊരു ആക്രമണവും US-നെതിരെയുള്ള ആക്രമണം ആയി കണക്കാക്കും എന്നുള്ളതായിരുന്നു ആ എക്സിക്യൂട്ടീവ് ഉത്തരവിന്റെ കാതൽ. ഇതിന് പിന്നാലെയാണ് അമേരിക്കയിലെ ഒരു വ്യോമത്താവളത്തിൽ ഖത്തറിന്റെ ജെറ്റുകൾക്ക് ഇടം കൊടുക്കുന്ന ഒരു സുപ്രധാനമായ ഒരു ധാരണാപത്രത്തിൽ കൂടി US-ഉം ഖത്തറും ഒപ്പുവെക്കുന്നത്. അമൃത, ശരി, മുഹമ്മദ് അബ്ബാസാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഒമാനിലേക്ക് പോയാൽ മസ്കത്തിൽ ഈ ഗതാഗത കുരുക്ക് വളരെ കൂടുതലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഒഴിവാക്കാൻ യാത്രക്കാരോട് കാർ പൂളിംഗ് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റി. ഒന്നിലധികം പേർ ടാക്സി പോലുള്ളവയിൽ യാത്ര ചെയ്യണമെന്നാണ് മുനിസിപ്പാലിറ്റി നിർദ്ദേശിക്കുന്നത്. മസ്കത്തിലെ ദൈനംദിന യാത്രകളുടെ 97% സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിച്ചാണ് എന്നാണ് പഠനം. 72% പേരും യാത്ര ചെയ്യുന്നത് ഒറ്റക്കാണെന്നും മുനിസിപ്പാലിറ്റി നടത്തിയ ഈ ട്രാഫിക് സ്റ്റഡിയിൽ പറയുന്നുണ്ട്. അലിക്കുട്ടായിയാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. അലി, എന്താണ് ഈ കാർ പൂളിംഗ് സംവിധാനം? അമൃത, കാർ പൂളിംഗ് സംവിധാനം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം പേർ ഒരുമിച്ച് ഒരു കാറിൽ അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിനാണ് കാർ പൂളിംഗ് സംവിധാനം എന്ന് പറയുന്നത്. ഇത് മസ്കത്ത് പോലുള്ള അല്ലെങ്കിൽ ഒമാൻ പോലുള്ള ഒരു രാജ്യത്ത് അത്ര സുലഭമല്ല. മറ്റുള്ള രാജ്യങ്ങളിൽ ഇതുണ്ട്. പക്ഷേ മസ്കത്തിൽ ഈയിടെയായി ഗതാഗത കുരുക്ക് രൂക്ഷമാവുന്ന സാഹചര്യമുണ്ട്. GCCയിലെ മറ്റു നഗരങ്ങളെ അപേക്ഷിച്ച് മസ്കത്തിൽ കുറവാണെന്നുണ്ടെങ്കിലും വീക്കെൻഡ് പോലുള്ള ഘട്ടങ്ങളിൽ വലിയ രീതിയിലുള്ള ട്രാഫിക് കുരുക്കുകളും അതുപോലെ തന്നെ കാർബൺ ബഹിർഗമനവും ഉണ്ടാകുന്നുണ്ട് എന്ന് മുനിസിപ്പാലിറ്റി നടത്തിയ സ്റ്റഡിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വദേശികളോടും അതേപോലെ തന്നെ താമസക്കാരോടും മുനിസിപ്പാലിറ്റി അഭ്യർത്ഥിക്കുന്നത് കാർ പൂളിംഗിലേക്ക് മാറണമെന്നാണ്. അതായത് ഷെയർ ടാക്സി പോലുള്ള വാഹനങ്ങളിൽ ഒന്നിലധികം പേർ ജോലി സ്ഥലത്തേക്കോ അതുപോലെ സ്കൂളുകളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നതിനോ നിങ്ങൾ അങ്ങനെയുള്ള വാഹനങ്ങൾ ഉപയോഗിച്ച് ഗതാഗത കുരുക്കിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് മുനിസിപ്പാലിറ്റി പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. മസ്കത്തിൽ 97% പേരും സ്വകാര്യ വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ 72% പേരും ഒറ്റക്കാണ് യാത്ര ചെയ്യുന്നത്. അവരുടെ ജോലി സ്ഥലത്തേക്ക് ഏകദേശം 15 മിനിറ്റ് 20 മിനിറ്റ് ഉള്ള ദൂരസ്ഥലത്തേക്ക് പോലും അവരെല്ലാവരും ഒറ്റക്കാണ് യാത്ര ചെയ്യുന്നത്. ഇത് വലിയ രീതിയിലുള്ള വാഹന പെരുപ്പവും ഗതാഗത കുരുക്കും മസ്കത്ത് മുനിസിപ്പാലിറ്റിയിലും മസ്കത്ത് ഗവൺമെന്റിന്റെ വിവിധ ഇടങ്ങളിലും സംഭവിക്കുന്നുണ്ട് എന്നാണ് മുനിസിപ്പാലിറ്റി അറിയിക്കുന്നത്. മുനിസിപ്പാലിറ്റി നടത്തിയ സ്റ്റഡിയിലാണ് ഇങ്ങനെ കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ 18 ലക്ഷത്തോളം വാഹനങ്ങളാണ് 2025ഓടെ മസ്കത്ത് ഒമാനിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ 14 ലക്ഷത്തോളം സ്വകാര്യ വാഹനങ്ങളാണ്. അതായത് വാഹനങ്ങളുടെ പെരുപ്പം വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാർ
കാർ പൂളിംഗിലേക്ക് മാറി ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നാണ് മുനിസിപ്പാലിറ്റി ഈ കാർ പൂളിംഗ് സംവിധാനത്തിലേക്ക് മാറുകയാണെങ്കിൽ അലി എത്രത്തോളം ഈ ഗതാഗതക്കുരുക്കിന് അല്ലെങ്കിൽ ഈ ഗതാഗതം കൂടുതൽ നിരത്തിൽ ഇപ്പോൾ അലി തന്നെ പറയുകയുണ്ടായല്ലോ, കൂടുതൽ ആളുകൾ ഒറ്റയ്ക്ക് ഒരു വാഹനം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് കണ്ടുവരുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ എത്രത്തോളം കുറക്കാൻ കഴിയും ഈ ഒരു സംവിധാനം നിലവിൽ വരികയാണെങ്കിൽ? വലിയ അളവിൽ കുറക്കാനാവുമെന്ന് തന്നെയാണ് മുനിസിപ്പാലിറ്റി കണക്കാക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 72% പേരും ഒരാളാണ് ഒരു വാഹനത്തിൽ, അതേപോലെ ഒരു കാറിൽ അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ തങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നത്. കാർപൂളിംഗ് സംവിധാനത്തിലേക്ക് വന്നാൽ അതിൽ ഒന്നിലധികം പേർ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗതാഗതക്കുരുക്ക് വലിയൊരളവിൽ കുറക്കാനാവുമെന്ന് തന്നെയാണ് കരുതുന്നത്. നമ്മൾ മറ്റു GCC രാജ്യങ്ങളെ അപേക്ഷിച്ച് മസ്കത്തിൽ ഗതാഗതക്കുരുക്ക് കുറവാണെന്നുണ്ടെങ്കിലും വീക്കെൻഡ് പോലുള്ള, അതായത് വ്യാഴാഴ്ച വൈകുന്നേരങ്ങളിലും ശനിയാഴ്ച വൈകുന്നേരങ്ങളിലും വലിയ രീതിയിലുള്ള ട്രാഫിക് മസ്കത്തിലെ അൽഖുവറിലും ബൗഷർ പോലുള്ള നഗര പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ഇത് കുറക്കുക എന്നത് കൂടിയാണ്, അതുപോലെ തന്നെ കാർബൺ ബഹിർഗമനം കുറക്കുക എന്നത് കൂടിയാണ് മസ്കറ്റ് മുനിസിപ്പാലിറ്റി ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ കാർപൂളിംഗിലോട്ട് മാറിയാൽ വലിയൊരളവിൽ ഈ ഗതാഗതക്കുരുക്ക് കുറക്കാനാവുമെന്ന് തന്നെയാണ് മസ്കറ്റ് മുനിസിപ്പാലിറ്റി കണക്കാക്കുന്നത്. മസ്കറ്റ് മുനിസിപ്പാലിറ്റി നടത്തിയ സ്റ്റഡിയിലാണ് ഇങ്ങനെ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് 97% വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. മസ്കറ്റ് നഗരത്തിൽ മുവാസലത്ത് പോലുള്ള പൊതുഗതാഗത സംവിധാനങ്ങളുണ്ട്. കൂടുതലായ ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം മുവാസലത്ത് ബസ് സർവീസ് മസ്കത്തിന്റെ നഗര പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ടും ഉള്ളത്. കുറേ ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ ആളുകൾ ഈ പൊതു സംവിധാനങ്ങളിലേക്കും അതുപോലെ തന്നെ ഷെയർ ടാക്സികളിലേക്കും മാറുകയാണെങ്കിൽ ഗതാഗതക്കുരുക്കിന് വലിയൊരളവിൽ പരിഹാരം കാണാനാവുമെന്ന് തന്നെയാണ് മുനിസിപ്പാലിറ്റി കണക്ക് കൂട്ടുന്നത്. ശരി, മുഹമ്മദ് അബ്ബാസും മലയക്കൂട്ടായുമാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. കുവൈത്തിൽ മാതാപിതാക്കളുടെ ആശ്രിത റെസിഡൻസി വിസയ്ക്ക് കടുത്ത നിയന്ത്രണം. എന്നാൽ സാഹചര്യങ്ങൾ പരിഗണിച്ച് ചില അപേക്ഷകൾ പരിഗണിക്കുന്നതായും പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കുവൈത്ത് ആർട്ടിക്കിൾ 22 പ്രകാരമുള്ള റെസിഡൻസി ചട്ടങ്ങൾ അനുസരിച്ച് പ്രവാസികൾക്ക് ഭാര്യയെയും കുട്ടികളെയും മാത്രമേ ആശ്രിത വിസയിൽ സ്പോൺസർ ചെയ്യാൻ കഴിയൂ. എന്നാൽ മാതാപിതാക്കൾക്ക് അതേ സൗകര്യം നിലവിൽ ലഭ്യമല്ല. പ്രായമായവരോ വിധവകളായ മാതാപിതാക്കളെ സ്പോൺസർ ചെയ്യുന്നത് ഇപ്പോഴും പ്രവാസികൾക്ക് വലിയ വെല്ലുവിളിയാണ്. അപേക്ഷകരുടെ വരുമാന നില, ഭവന സൗകര്യം, വ്യക്തിഗത സാഹചര്യങ്ങൾ എന്നിവയാണ് അംഗീകാരത്തിനുള്ള പ്രധാന മാനദണ്ഡങ്ങൾ. വിധവയായോ ഒറ്റയ്ക്കായോ ഉള്ള മാതാപിതാക്കളെ പരിപാലിക്കാൻ മറ്റാരുമില്ലാത്തവർക്ക് മാത്രമേ പ്രത്യേക അനുമതി ലഭിക്കൂ. ഇതിനായി പിതാവിന്റെയോ അമ്മയുടെയോ മരണ സർട്ടിഫിക്കറ്റ്, ബന്ധം തെളിയിക്കുന്ന രേഖകൾ, ശമ്പള സർട്ടിഫിക്കറ്റ്, വാടക കരാർ, മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവ ആവശ്യമാണ്. അപേക്ഷകരുടെ സിവിൽ ID, വർക്ക് പെർമിറ്റ്, ശമ്പള സർട്ടിഫിക്കറ്റ് എന്നിവയും വിസ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. എന്നാൽ രേഖകൾ സമർപ്പിച്ചതുകൊണ്ട് മാത്രം അംഗീകാരം ഉറപ്പിക്കാനാകില്ല. അപേക്ഷകൾ പരിശോധിച്ച് അംഗീകരിക്കാനോ നിരസിക്കാനോ റെസിഡൻസി ഡയറക്ടർക്കോ അസിസ്റ്റന്റ് ഡയറക്ടർക്കോ അധികാരമുണ്ട്. ചില അപേക്ഷകളിൽ മാതാപിതാക്കൾക്ക് ആശ്രിത വിസയ്ക്ക് പകരം താൽക്കാലിക സന്ദർശന വിസ മാത്രമേ അനുവദിക്കാറുള്ളൂ എന്നും പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മീഡിയ 1, കുവൈത്ത് സിറ്റി. വെടിനിർത്തിയതോടെ ഗസ സിറ്റിയിലേക്ക് 5 ലക്ഷത്തിലേറെ പേർ തിരിച്ചെത്തി. നാളെയും മറ്റന്നാളുമായി ട്രംപ് ഇസ്രായേലും ഈജിപ്തും സന്ദർശിക്കും. ഇസ്രായേലിൽ ബന്ദികളുടെ ബന്ധുക്കളടക്കം പങ്കെടുക്കുന്ന വലിയ സമ്മേളനത്തിൽ ട്രംപിന്റെ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് സംസാരിക്കും. വെടിനിർത്തലിന്റെ 2ാം ദിവസവും നിരവധി മൃതദേഹങ്ങൾ ഗസയിൽ നിന്ന് കണ്ടെടുത്തു. വിവരങ്ങൾ നൽകാനായി ദുബൈയിൽ നിന്ന് MC നാസർ, സൗദിയിൽ നിന്ന് ആഫ്താബ് റഹ്മാൻ എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം നാസറിലേക്കാണ്. നാസർ, വലിയ പ്രതീക്ഷയിലാണ് ഗസയും അതുപോലെ തന്നെ ലോകരാജ്യങ്ങളും എല്ലാം തന്നെ ഉള്ളത്. ഇത് ഒരു ശാശ്വതമായ വെടിനിർത്തലിലേക്ക് തന്നെ കാര്യങ്ങൾ കടക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം, അല്ലേ? ഈ ആദ്യഘട്ടത്തിൽ എന്തായാലും അത് പൂർണ്ണമായിട്ടുള്ള വിജയത്തിലേക്ക് തന്നെ നീങ്ങുമെന്ന കൃത്യമായിട്ടുള്ള സൂചനകൾ തന്നെയാണ് ഗസയിൽ നിന്ന് പുറത്തു വരുന്നത്. വെടിനിർത്തലിൻ്റെ 2ാം ദിവസം ഇന്ന് ഏതെങ്കിലും അർത്ഥത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതായിട്ട് കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടം കിടക്കുന്നത് നാളെയും മറ്റന്നാളും തന്നെയാണ്. കാരണം ബന്ധുക്കളെ വിട്ടുകൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആനുപാതികമായി പലസ്തീൻ തടവുകാരെ കൈമാറേണ്ടതുണ്ട്. മൃതദേഹങ്ങൾ ഇരുകൂട്ടരും കൈമാറേണ്ടതുണ്ട്. ഇതൊക്കെയും കൃത്യമായി തന്നെ മുന്നോട്ട് പോകുമെന്ന വളരെ വ്യക്തമായിട്ടുള്ള സൂചനകൾ തന്നെയാണ് ഇസ്രായേലിൽ നിന്നും അതോടൊപ്പം ഹമാസ് നേതാക്കളും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തെല്ലവീവിൽ ആയിരങ്ങളെ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ഇപ്പോൾ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റീവ് വിറ്റ്കോഫ് പ്രധാനമായിട്ടും പറയുന്നത് അസാധ്യമെന്ന് കരുതിയ ഒരു കാര്യമാണ് ഇപ്പോൾ ട്രംപിന്റെ നേതൃത്വത്തിൽ സാധ്യമായിരിക്കുന്നത്. അതിന് നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ വലിയ തോതിലുള്ള പിന്തുണ നൽകി എന്നാണ് സ്റ്റീവ് വിറ്റ്കോഫ് വ്യക്തമാക്കിയത്. പക്ഷേ ഇത് കേൾക്കേണ്ട താമസം നെതന്യാഹുവിന് എതിരെ
എതിരെ വലിയ തോതിലുള്ള മുദ്രാവാക്യം വിളികളാണ് ഈ ജനക്കൂട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇസ്രായേലിന്റെ ഉള്ളിൽ നെതന്യാഹുവിനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു വികാരം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള സൂചന കൂടിയാണ് ഈ സ്റ്റീവ് വിറ്റ്കോഫിന്റെ സാന്നിധ്യത്തിൽ തന്നെ നെതന്യാഹുവിനെതിരെയുള്ള മുദ്രാവാക്യം വിളികളും അതോടൊപ്പം തന്നെ ട്രംപിനെ പിന്തുണച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം വിളികളും. ബന്ദികളുടെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും അതിശക്തമായി തന്നെ നെതന്യാഹുവിനെതിരായിട്ടുള്ള നിലപാട് കടുപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ട്രംപിന്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ് ഉൾപ്പെടെയുള്ളവർക്ക് പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ടുമാണ് അവരിപ്പോൾ രംഗത്തുള്ളത്. ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബന്ദികളുടെ കൈമാറ്റം, തടവുകാരുടെ കൈമാറ്റമാണ്. നാളെയോടുകൂടി തന്നെ ഗസയിലേക്ക് കൂടുതൽ സഹായ വസ്തുക്കൾ എത്തിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ UN-ന്റെ മേൽനോട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. റെഡ് ക്രോസന്റും ഇതുമായിട്ട് സഹകരിക്കുന്നുണ്ട്. യുനർവ ഉൾപ്പെടെയുള്ള ഏജൻസികൾ നൂറുകണക്കിന് ട്രക്കുകളാണ് ഇപ്പോൾ ഗസയിലേക്ക് വേണ്ടി ഒരുക്കി അതെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നാസർ ഇപ്പോൾ പറഞ്ഞത്. ഇന്ന് മാത്രം നോക്കുകയാണെങ്കിൽ ഏകദേശം 5 ലക്ഷത്തിൽ അധികം ആളുകൾ ഗസയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞതുപോലെ അവശ്യവസ്തുക്കളൊക്കെ നൽകേണ്ടതുണ്ട്. അതിന്റെ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും നൽകുക എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനത്തിലേക്ക് UN എത്തിയിട്ടുണ്ടോ നാസർ? വ്യവസ്ഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് വിലക്കുകളില്ലാത്ത വിധത്തിൽ സഹായ വസ്തുക്കൾ, അത് കുടിവെള്ളമാവട്ടെ, ഭക്ഷണമാവട്ടെ, മരുന്നാവട്ടെ, അടിസ്ഥാന സൗകര്യങ്ങൾ, ഇന്ധനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെയും വിലക്കുകളില്ലാതെ എത്തിക്കണം എന്ന കാര്യത്തിൽ ഇരുകൂട്ടരും ധാരണയിലെത്തിയതാണ്. അതുകൊണ്ട് തന്നെ UN ഏജൻസികൾക്ക് അത് സംബന്ധിച്ചുള്ള ഗ്രീൻ സിഗ്നൽ ലഭ്യമായിട്ടുണ്ട്. പക്ഷെ അതേസമയം ഈ കൊണ്ടുപോകുന്ന ഭക്ഷ്യവസ്തുക്കളുടെയും അതോടൊപ്പം തന്നെ മറ്റു ഉൽപ്പന്നങ്ങളുടെയും സുരക്ഷ തങ്ങൾക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക 2000-ഓളം സൈനികരെ ഇസ്രായേലിലേക്ക് നിയോഗിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നേതൃത്വത്തിൽ ഒരു ഏകോപന കേന്ദ്രം തെല്ലവീവിൽ തുറക്കുകയും അങ്ങനെ കാര്യങ്ങൾ കൃത്യമായി തന്നെ കുറ്റമറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ ഏകോപന കേന്ദ്രം തങ്ങൾ ആരംഭിക്കുന്നതെന്നാണ് ഇസ്രായേലും അതോടൊപ്പം തന്നെ അമേരിക്കയും വ്യക്തമാക്കുന്നത്. പക്ഷേ ഇതിന്റെ പിന്നിലുള്ള ഒരു കെണി ഹമാസും അതോടൊപ്പം തന്നെ ഇസ്ലാമിക് ജിഹാദും തിരിച്ചറിയുന്നുണ്ട്. ഇത് ഗസയിലേക്ക് ഒരു വിദേശ സൈനിക ശക്തിയുടെ സാന്നിധ്യം ഉറപ്പുവരുത്താനുള്ള ഒരു നീക്കമായിട്ടും അവർ ആശങ്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഹമാസും ഇസ്ലാമിക് ജിഹാദും വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു നിലക്കുള്ള വിദേശ ശക്തികളുടെ ഒരു വിധത്തിലുള്ള സാന്നിധ്യവും ഗസയിൽ തങ്ങൾ അനുവദിക്കുകയില്ല. അത്തരം നീക്കങ്ങളുമായി വരികയാണെങ്കിൽ അത് ശക്തമായി തന്നെ തങ്ങൾ ചെറുത്തുനിൽപ്പുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഹമാസും ഇസ്ലാമിക് ജിഹാദും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കാരണം ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും തങ്ങളുടെ സേനയെ ഗസയിലേക്ക് അയക്കാനുള്ള സന്നദ്ധത ഇന്നലെ അറിയിച്ചിരുന്നു. അത്തരം ഒരു സേനയെയും ഗസയിലേക്ക് അടുപ്പിക്കുകയില്ല. അത് ഇസ്രായേൽ സേനയോടുള്ള അതേ സമീപനം തന്നെയായിരിക്കും പുറത്തു നിന്നുള്ള ഏത് സേനയോടും തങ്ങൾ അവലംബിക്കുക. കൃത്യമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലല്ലാതെ അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ചർച്ചയിലൂടെ അവരുടെ ഒരു സാന്നിധ്യം തങ്ങൾ പിന്തുണയ്ക്കുമെങ്കിലും അതിലപ്പുറം ഒരു വിദേശ കൊളോണിയൽ ശക്തികളുടെ ഒരു സാന്നിധ്യവും സൈനികമാവട്ടെ അല്ലാത്തതാവട്ടെ ഗസയുടെ മണ്ണിൽ അനുവദിക്കുകയില്ല എന്നൊരു കൃത്യമായിട്ടുള്ള നിലപാട് കൂടിയാണ് ഇന്നിപ്പോൾ ഹമാസും ഇസ്ലാമിക് ജിഹാദും സംയുക്തമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മധ്യസ്ഥ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ എതിർപ്പ് മറികടന്നുകൊണ്ടുള്ള ഒരു നീക്കവും ഒരുപക്ഷെ ശാശ്വതമായിട്ടുള്ള വെടിനിർത്തലിന് വിഘാതം സൃഷ്ടിക്കും. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി മാത്രമാണ് തുർക്കിയും ഈജിപ്തും അതോടൊപ്പം തന്നെ ഖത്തറും ഈ കാര്യങ്ങൾ ഏകോപനം നിർവഹിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ബന്ദികളുടെ മോചനം നടക്കും. അതിന് ആനുപാതികമായിട്ട് 2000-ഓളം പലസ്തീൻ തടവുകാരെ വിട്ടയക്കും. അത് ഹമാസ് ആവശ്യപ്പെട്ട എല്ലാ തടവുകാരെയും നാളെയും മറ്റന്നാളുമായി വിട്ടയക്കുമോ എന്നത് ഉൾപ്പെടെയുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നാളെ ട്രംപ് വൈകിട്ട് തെലവീവിലെത്തുന്നു. തുടർന്ന് തിങ്കളാഴ്ചയോടുകൂടി ബന്ദികളെ അദ്ദേഹം സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം കൈറോയിലേക്ക് പോവുകയും അവിടെ കരാറിൽ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ ട്രംപ് സംബന്ധിക്കുകയും ചെയ്യും. ഈ പശ്ചിമേഷ്യയിൽ ഒരു സമാധാനം കൊണ്ടുവന്ന ഒരു വലിയ നേതാവാണ് താൻ എന്ന് വരുത്തി തീർക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളുമാണ് അമേരിക്കൻ ഭരണകൂടം, ട്രംപ് ഭരണകൂടം ഇപ്പോൾ തെലവീവിലും അതോടൊപ്പം തന്നെ കൈറോയിലും നടത്തിക്കൊണ്ടിരിക്കുന്നതും. അമൃത, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ നാസർ, കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടു ഇത്തരത്തിലൊരു തീരുമാനം വന്നതിന് ശേഷവും വലിയ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണോ?
അവിടുത്തെ ഇന്നലെ ഉച്ചയ്ക്ക് 2:30 മണിയോടുകൂടിയാണ് ഇന്ത്യൻ സമയം ഈ വെടിനിർത്തലിന്റെ ആദ്യഘട്ടം പ്രാബല്യത്തിൽ വന്നത്. ഇന്നിപ്പോൾ 2 ദിവസം ഏറെക്കുറെ പൂർണ്ണമാവുകയാണ്. പക്ഷെ നേരത്തെ, അതായത് ഈ വെടിനിർത്തൽ വരുന്നതിന്റെ തൊട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് പോലും വലിയ തോതിലുള്ള കൂട്ടക്കുരുതിയാണ് ഗസ സിറ്റിയിലും അതോടൊപ്പം തന്നെ ഗസയുടെ വിവിധ ഭാഗങ്ങളിലും നടന്നത്. അതുകൊണ്ടാണ് ഇപ്പം കണ്ടെടുത്ത മൃതദേഹങ്ങളുടെ എണ്ണം 160 മുകളിലേക്ക് എത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. അപ്പോൾ വ്യാപകമായിട്ട് കൂട്ടക്കുരുതി നടത്തുകയും ആ മൃതദേഹങ്ങളൊക്കെയും പല കെട്ടിട അവശിഷ്ടങ്ങൾക്കുള്ളിലും കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് കണ്ടെത്തുകയാണെങ്കിൽ ഈ മരണസംഖ്യ എന്നത് ഒരുപക്ഷെ 70,000 കടന്ന് മുന്നോട്ട് പോകുമെന്ന ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ ഈ വടക്കൻ ഗസയിൽ നിന്ന് പുറന്തള്ളിയ മനുഷ്യരുടെ പ്രയാണമാണ് ഈ രാത്രിയിലും തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാൽനടയായി തന്നെയാണ് വലിയൊരു വിഭാഗം ജനങ്ങളും കിലോമീറ്ററുകൾ ദൂരെയുള്ള വടക്കൻ ഗസയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ദെറൽ ബലാഹും ഖാൻ യൂനിസ് ഉൾപ്പെടെയുള്ള ഏരിയകളിലേക്കും ഗസ സിറ്റിയിലേക്കും ആ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അമൃത. ശരി, ദുബൈയിൽ നിന്ന് MC നാസറാണ് വിവരങ്ങൾ നൽകിയത്. ഇനിയിപ്പോൾ സൗദിയിലേക്ക് പോയാൽ അവിടെ സൗദി അറേബ്യ ഗസയിലേക്കുള്ള സഹായം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സഹായ വസ്തുക്കളുമായി 67ാമത്തെ വിമാനം ഈജിപ്തിലെത്തി. ഇവ കരമാർഗം ഗസയിലേക്ക് എത്തിക്കുകയാണ്. ഗസയുടെ പുനർനിർമ്മാണത്തിലും സൗദി ഭാഗമാകും. ഇതിനായുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ നൽകാനായി അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട്. അഫ്താബ്, നമുക്കറിയാം തുടക്കം തൊട്ട് തന്നെ വലിയ തരത്തിലുള്ള സഹായം സൗദിയുടെ ഭാഗത്ത് നിന്ന് ഗസയ്ക്ക് ലഭ്യമാക്കുന്നുണ്ട്. ഇനി തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ സൗദി അറേബ്യ ഇപ്പോൾ കൂടുതൽ സഹായം ഗസയിലേക്ക് എത്തിക്കുകയാണ്. നേരത്തെ തന്നെ വിവിധ ഘട്ടങ്ങളിലായി ഏതാണ്ട് 67 വിമാനങ്ങളിലായാണ് ഈജിപ്തിലേക്ക് ചരക്കുകൾ എത്തിക്കുകയും അവിടെ നിന്ന് കരമാർഗം അത് ഗസയിലേക്ക് എത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൂടുതലായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ ആയിക്കൊണ്ടാണ് കൂടുതൽ വിമാനങ്ങളിൽ കൂടുതൽ സംവിധാനങ്ങൾ അവിടേക്ക് എത്തിക്കുന്നതിൽ പ്രധാനമായിട്ടും ഭക്ഷണം, അതോടൊപ്പം തന്നെ താൽക്കാലിക പാർപ്പിടങ്ങൾക്കുള്ള സൗകര്യം, ടെന്റുകൾ, അതോടൊപ്പം തന്നെ മരുന്നുകൾ, കുട്ടികൾക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഈ തരത്തിലുള്ള വസ്തുക്കളാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അയക്കുന്നത്. ഇതോടൊപ്പം തന്നെ ട്രംപിന്റെ 20-ദിന സമാധാന പദ്ധതിയുടെ ഭാഗമായുള്ള പ്രത്യേക ചർച്ചകളും ഗൾഫ് രാഷ്ട്രങ്ങളുമായി US നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് സാമ്പത്തിക സഹായം ഗസക്കുണ്ടാകും, ഫലസ്തീനുണ്ടാകും, ഫലസ്തീന്റെ പുനർനിർമ്മാണത്തിനുണ്ടാകും. അത് ഏത് തരത്തിലാകുമെന്നുള്ളതുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഫ്രാൻസ്, നോർവേ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭാഗമായിക്കൊണ്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ആ ചർച്ചക്കൊടുവിൽ ഏതു തരത്തിലായിരിക്കും ഗസയുടെ പുനർനിർമ്മാണം എന്നുള്ളത് സൗദി അറേബ്യ അതിലേക്ക് ഏത് തരത്തിൽ അവരുടെ പങ്ക് നൽകുമെന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്യും. നേരത്തെ തന്നെ സൗദി അറേബ്യ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യം, വെടിനിർത്തൽ കൊണ്ട് മാത്രം കാര്യമില്ല, ശാശ്വതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകണം, ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണം. അങ്ങനെ രൂപീകരിച്ചാൽ മാത്രമേ ഇതിനൊരു സ്ഥിര പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത തരത്തിൽ വെടിനിർത്തലിലേക്ക് പോവുക, പിന്നീട് ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കുക, അത് കഴിഞ്ഞ് വീണ്ടും യുദ്ധത്തിലേക്ക് പോവുക, ഈ ഒരു പ്രശ്നം അവസാനിക്കണമെങ്കിൽ ഫലസ്തീൻ എന്ന രാഷ്ട്രം പിറക്കണമെന്നുള്ളതാണ് സൗദി അറേബ്യയുടെ നിലപാട്. അതിന് 1967 അതിർത്തികളോട് ജെറുസലേം തലസ്ഥാനമായിക്കൊണ്ടുള്ള സൗദി രാഷ്ട്രം പിറക്കണം. അതിലേക്ക് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ പ്രവേശിച്ചാൽ മാത്രമാകും ഇതിന് ഒരു ഫലസ്തീൻ എന്ന രാഷ്ട്രത്തിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള രൂപീകരണത്തിന് സൗദി അറേബ്യക്ക് സഹായിക്കാനാകുമെന്ന് നേരത്തെ തന്നെ ട്രംപിനോട് സൗദി അറേബ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു തരത്തിലായിരിക്കും ഇനിയുള്ള വരും ദിനങ്ങളിൽ ഏതെല്ലാം തരത്തിൽ ഗസയുടെ പുനർനിർമ്മാണത്തിനും നിലവിൽ വെടിനിർത്തലിന്റെ പശ്ചാത്തലത്തിൽ അവർക്കുള്ള മാനുഷിക സഹായങ്ങളും എത്തിക്കേണ്ടതെന്ന് സൗദി അറേബ്യ തീരുമാനിക്കുക. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരാഴ്ചയിൽ ഒരു വിമാനം എന്നുള്ള തോതിലാണ് നേരത്തെ സഹായങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറിക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും ഗസയ്ക്കുള്ള സഹായം തുടരുമെന്ന് തന്നെയാണ് സൗദി അറിയിക്കുന്നത്. വിവരങ്ങളാണ് ദുബൈയിൽ നിന്ന് MC നാസറും സൗദിയിൽ നിന്ന് അഫ്താബ് റഹ്മാനും പങ്കുവച്ചത്. ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെട്ട അമേരിക്കൻ പ്രസിഡന്റിനെ അഭിനന്ദിച്ച് ബഹ്റൈൻ രാജാവ്. മേഖലയിൽ സമാധാനം ഉറപ്പാക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഹമദ് ബിൻ ഈസ അൽ ഖലീഫ പിന്തുണ അറിയിച്ചു. കരാർ മേഖലയിലെ സമാധാനത്തിന്റെ ശുഭകരമായ ചുവടുവെപ്പാണെന്നും അദ്ദേഹം അറിയിച്ചു. സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഗതാഗത കുറ്റകൃത്യങ്ങൾ ചെറുക്കുന്നതിനുമായി കുവൈത്തിൽ ശക്തമായ സുരക്ഷാ പരിശോധനകൾ തുടരുന്നു. ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ദിവസം ഷെയ്ഖ് ജാബിർ പാലത്തിൽ നടത്തിയ പരിശോധനയിൽ 485 ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തി. നിയമം ലംഘിച്ച നിരവധി പേരെ അറസ്റ്റ് ചെയ്തു. 43 വാഹനങ്ങളും മോട്ടോർ സൈക്കിളുകളും പിടിച്ചെടുത്തു. എല്ലാ ഗവർണറേറ്റുകളിലും ഫീൽഡ് പരിശോധനകൾ തുടരുമെന്ന് ജനറൽ ട്രാഫിക് വകുപ്പ് വ്യക്തമാക്കി. മാലിന്യ സംസ്കരണവും ശുചിത്വ സേവനങ്ങളും ശക്തിപ്പെടുത്താൻ കുവൈത്ത് മുനിസിപ്പൽ പരിസ്ഥിതി അതോറിറ്റി പാർപ്പിട പ്രദേശങ്ങളിലെയും സഹകരണ സംഘങ്ങളിലെയും ശുചിത്വ സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ പുതിയ പദ്ധതി രൂപീകരിക്കണമെന്ന് യോഗം ശുപാർശ ചെയ്തു. അഹമ്മദി ഗവർണറേറ്റിൽ RDF പദ്ധതി നടപ്പാക്കാനും യോഗത്തിന്റെ നിർദ്ദേശം. പുതിയ ക്ലീനിംഗ് കരാറുകൾ ഇതിനായി ഊർജിതമാക്കും.
സൗദിയിൽ 6 ഇടങ്ങളിൽ മഴ മുന്നറിയിപ്പ്. മക്ക, അൽബഹ, അസീർ, ജിസാൻ, നജ്റാൻ എന്നിവിടങ്ങളിലാണ് മഴയുണ്ടാവുക. പൊടിക്കാറ്റും ആലിപ്പഴ വീഴ്ചയും ഉണ്ടാകുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഒമാനിൽ വിവിധ ഗവർണറേറ്റുകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ സുരക്ഷാ മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ്. സുരക്ഷിതമായ ഡ്രൈവിംഗ് ദൂരം നിലനിർത്തുകയും വാഹനം പെട്ടെന്ന് നിർത്തുന്നത് ഒഴിവാക്കുകയും വേണം. വ്യക്തമായ കാഴ്ചയ്ക്കായി വിൻഡ്ഷീൽഡ് വൈപ്പറുകൾ ഉപയോഗിക്കണം. നോർത്ത്, സൌത്ത് ബത്തിന, ദാഹിറ, ദാഖിലിയ, ബുറൈമി ഗവർണറേറ്റുകളിൽ 60 മുതൽ 200 മില്ലിമീറ്റർ വരെ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം 17-ന് ബഹ്റൈൻ മലയാളികളുടെ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ. ബഹ്റൈനിലെ വിവിധ സംഘടനകൾ, ലോക കേരള സഭാംഗങ്ങൾ, മലയാളം മിഷൻ ചാപ്റ്ററുകൾ, വ്യവസായ പ്രമുഖർ, പൊതുജനങ്ങൾ തുടങ്ങി എല്ലാ മലയാളികളുടെയും നേതൃത്വത്തിലാണ് സ്വീകരണം സംഘടിപ്പിക്കുക. വിദേശ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങിയെത്തിയ പ്രവാസികളെയും നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം പരിഗണിക്കണമെന്ന് കേരള ഹൈക്കോടതി. പ്രവാസി ലീഗൽ സെൽ കുവൈറ്റ് ചാപ്റ്ററിന്റെ പിന്തുണയോടെ മുൻ കുവൈറ്റ് പ്രവാസികളായ ജോസഫ് പെരുകിലത്ത്, പി അനിൽകുമാർ എന്നിവർ നൽകിയ ഹർജിയിലാണ് തീരുമാനം. നിലവിൽ നോർക്ക കെയർ പദ്ധതിയിൽ മടങ്ങിയെത്തിയ പ്രവാസികൾ ഉൾപ്പെട്ടിട്ടില്ല എന്നത് വിവേചനപരമാണ് എന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. ഹൈക്കോടതി ഉത്തരവ് മടങ്ങിയെത്തിയ പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണെന്ന് കുവൈറ്റ് പ്രവാസി ലീഗൽ സെൽ നേതാക്കൾ പ്രതികരിച്ചു. പ്രവാസ ജീവിതം കളറാക്കുന്നത് പലപ്പോഴും ഒപ്പം താമസിക്കുന്നവരാണ്. പരിമിതികൾക്കിടയിലും സൗഹൃദം പൂക്കുന്ന ഇടങ്ങളാണ് ഗൾഫിലെ ബാച്ചിലർ താമസ ഇടങ്ങൾ. ചെസ് മാസ്റ്റർമാർ മുതൽ ഷോർട്ട് ഫിലിം അഭിനേതാക്കൾ വരെ ഒന്നിച്ച് താമസിക്കുന്ന അജ്മാനിലെ വില്ലയിലെ വിശേഷങ്ങൾ കാണാം. ബാച്ചിലർ മുറികളുടെ വിശേഷങ്ങൾ തേടി നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് അജ്മാനിലാണ്. അജ്മാനിലെ ബിഗ് വില്ലയിൽ. ഈ ബിഗ് വില്ലയിലെ വിശേഷങ്ങൾ ആദ്യം സലിം നൂർ പറഞ്ഞു തുടങ്ങും. സലിം നൂർ, എന്താണ് ഈ ബിഗ് വില്ല? ഇത് അജ്മാനിലെ കുറേ മലയാളികൾ കൂടി ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ കേരളത്തിലെ പല പ്രദേശങ്ങളിൽ നിന്നുള്ള മലയാളികളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വെച്ചാൽ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് ടെൻഷനൊക്കെ ആയിട്ടാവും വരണ്ടാവുക. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫ്രണ്ട്സുകൾ പല കാര്യങ്ങളും ഷെയർ ചെയ്യാണ്ടാവും. അങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള ആളുകളുണ്ട് ഇവിടെ. അവരൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു നേരം പോക്കും സംഗതികളാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇന്നിപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ടാണോ എല്ലാവരും ഇങ്ങനെ കൂടിയിട്ടുള്ളത്, അല്ലെങ്കിൽ എല്ലാ ദിവസവും എങ്ങനെയാണോ? അല്ല, നമ്മൾ വീക്കെൻഡ് എന്നല്ല, എല്ലാ ദിവസവും രാത്രി ഭക്ഷണം കഴിക്കുന്ന നേരം മുമ്പ് ഏകദേശം പരമാവധി ആളുകൾ ഇവിടെ ഉണ്ടാവും. ഭൂരിഭാഗം ആളുകൾ ഇവിടെ ഉണ്ടാവും. ഈ നേരത്തെ ഇവിടെ എത്തിച്ചേരും. അപ്പോൾ ഓരോരുത്തർക്ക് പരസ്പരം കാണാനും ഇതിനൊക്കെയുള്ള സൗകര്യം ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ പല ചർച്ചകളായിട്ടായാലും പല തരത്തിലുള്ള ചർച്ചകളുണ്ടാവും. ചിലപ്പോൾ കേരളത്തിൻ്റെ തെക്ക് വടക്ക് എതിരായിട്ടുള്ള ചർച്ചകളുണ്ടാവും, രാഷ്ട്രീയ ചർച്ചകളുണ്ടാവും. എന്നിരുന്നാലും വളരെ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു വില്ലയാണ് ബിഗ് വില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ ചെസ് നടക്കുകയാണ്. എല്ലാ ദിവസവും ഇതേപോലെ ചെസ് മത്സരമൊക്കെ ഉണ്ടാവും. മിക്ക ദിവസവും രാത്രി വളരെ വാശിയേറിയ ചെസ് മത്സരം നടക്കും. ഒരാൾ ഇന്ന് തോറ്റാൽ ആ തോറ്റ ആൾക്ക് നാളെ ജയിക്കണമെന്നുണ്ടെങ്കിൽ മറ്റാളെ പോയി വിളിച്ചുകൊണ്ടിരും. ചിലപ്പോൾ പണിക്ക് പോണ സമയമാവും, അപ്പോഴും അയാളെ വിളിച്ചുകൊണ്ടിരിക, എന്നിട്ട് നിർബന്ധിച്ച് കളിപ്പിക്കും. അങ്ങനെ കൂടെ കാണാറുണ്ട്. ചോറ് തിന്നതിന് മുമ്പ് തലച്ചോറിൻ്റെ ഒരു പോരാട്ടമാണ്. ഇതിലിപ്പോൾ ഇവരെ ശല്യം ചെയ്യാൻ പറ്റൂലല്ലോ അല്ലേ? അവർ എന്താണ് മത്സരത്തിൻ്റെ ഒരു അവസ്ഥ? എന്താ? തുല്യ ശക്തികളാണ്. ഒരു ദിവസം മജീദിക്ക് ജയിക്കുകയാണെങ്കിൽ ഒരു ദിവസം അഷ്റഫ്ക്ക് ജയിക്കും. ഇന്നിപ്പോൾ ആര് ജയിക്കുമെന്ന് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇവിടെ പരിചയമുള്ളൊരു മുഖം കാണുന്നുണ്ട്. പണ്ട് ഹോം സിനിമകളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു താരമാണ്. ഇപ്പോൾ അഭിനയമൊക്കെ നിർത്തിയോ? നിർത്തിയിട്ടില്ല, എന്നാൽ ഒന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. എത്ര ഹോം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു? ഹോം സിനിമയിൽ 2 എണ്ണം, പിന്നെ ഷോർട്ട് ഫിലിമുകൾ. ഇപ്പം ഒരു 2 വർഷമായിട്ടൊരു ഗ്യാപ്പ് ഉണ്ട്. എന്തിനെങ്ങനെ പിൻവാങ്ങിയത്? ആരെങ്കിലും വിളിച്ചാലല്ലേ പോകാൻ പറ്റും, അതാണ് പിൻമാറ്റത്തിൻ്റെ രഹസ്യം. ഈ ബിഗ് വില്ലയിൽ എത്ര കാലമായിട്ടുണ്ട്? ഇവിടെ ഒരു 7 വർഷമായിട്ടുണ്ട്. പക്ഷേ ബിഗ് വില്ലയുടെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ അപ്പുറമാണ്. 20 വർഷത്തോളമായിട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണത്. ഇവിടെ ഒരു തലമുറ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ 1-2 പേര് മാത്രമേ ആ തലമുറയിലുള്ളവരുള്ളൂ. ബാക്കിയെല്ലാം ഇളമുറക്കാരാണ്. ഒരു 65 വയസ്സ് മുതൽ ഇങ്ങോട്ട് കല്യാണം കഴിക്കാത്തവരുണ്ട്. അതായത് മുത്തച്ഛന്മാർ മുതൽ വിവാഹം കഴിക്കാത്ത ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഇടമാണത്. ഇപ്പോൾ നേരത്തെ ഇങ്ങനെ സലിം നൂറോട് ചോദിച്ചപ്പോഴേ സലിം നൂർ പറഞ്ഞു 3 തരം ഉസ്താക്കന്മാരുള്ളൊരു സ്ഥലമാണെന്ന് പറഞ്ഞു. എന്താണ് ഈ 3 തരം ഉസ്താക്കന്മാർ? അധ്യാപകരായ ആളുകൾ ഇവിടെ ഉണ്ട് എന്നത് ശരിയാണ്. പിന്നെ ഉസ്താദ്, പ്രധാനപ്പെട്ട മെയിൻ ഉസ്താദ് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഷാജഹാൻ ഭായ് ആണ്. അദ്ദേഹം നമ്മുടെ പ്രധാനപ്പെട്ട കുക്കാണ് ഇവിടുത്തെ. അപ്പോൾ അദ്ദേഹമാണ് ഒന്ന്. പിന്നെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാരുണ്ട്. അവരുടെയും അവർ പല കുട്ടികൾക്കും കാര്യപ്പെട്ട ഉസ്താദായിട്ട് പരിഗണിക്കപ്പെടുന്ന ആളുകളാണ്. അതാണ് 3 തരം ഉസ്താക്കന്മാർ. പൊതുവെ ഇവിടെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നവരെയും
കുക്ക് ചെയ്യുന്നതിന് നേതൃത്വം കൊടുക്കുന്നവർ ഉസ്താദുമാരെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഒരു സമൂഹം ഒരു ബഹുമാനത്തോടുകൂടി കാണുന്നുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറോട് തന്നെ ചോദിക്കട്ടെ, ഈ ബിഗ് വില്ലയുടെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നതാരാ? നമ്മുടെ ഉസ്താദിന് മെയിൻ ഉസ്താദ് ഷാജിക്കാണ് എൻ്റെ മെയിൻ ആൾ. 3 നേരം ഭക്ഷണം, നല്ല ഫുഡ്, അടിപൊളി ഫുഡാണ്. പിന്നെ ഞായറാഴ്ചക്ക് സ്പെഷ്യൽ ബിരിയാണി, പിന്നെ വെള്ളിയാഴ്ച രാത്രി നെയ്ച്ചോറ്, കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മറ്റുള്ള സാധാ ഭക്ഷണങ്ങളും നല്ല ഉഷാർ ഭക്ഷണങ്ങളാണ്. എങ്ങനെയാണ്, എന്താണ് ഈ കൈപുണ്യത്തിൻ്റെ രഹസ്യം? കൈപുണ്യത്തിന് പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല. എന്നെ കൊണ്ട് അറിയാവുന്ന എല്ലാം അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ചെയ്തു കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ചെയ്തു കൊടുക്കുന്നു. അവർ സന്തോഷമായിട്ട് അത് കഴിക്കുന്നുമുണ്ട്. പിന്നെ അവരടുത്ത് ചോദിച്ചാൽ അറിയാം വിവരങ്ങളൊക്കെ. എന്താണ് ഉസ്താദിൻ്റെ മാസ്റ്റർ പീസ് വിഭവം? എന്താണ് പിന്നെ മന്തി, മജ്ബൂസ്, പൊറോട്ട, പിന്നെ ചപ്പാത്തി, പിന്നെ ചിക്കൻ കറി, ബീഫ് കറി, മീൻ കറി, ഇതെല്ലാം എല്ലാ ഇതുമുണ്ട്. ആ ഉസ്താദ് പാട്ടിൻ്റെ കൂടെ ഉസ്താദാന്ന് പറഞ്ഞു. ഒരു പാട്ട് കേൾക്കാല്ലേ? ഒരു പാട്ട് പാടിക്കും എന്തായാലും. ചുടുനെടുവീർപ്പായി കാരൽ പൊട്ടി കടുകടിനത്താൽ കണ്ണീരൂറ്റി ഇടതടവില്ലാതിരു കരം നീട്ടി ഉയർത്തിടും ഞാനേ കനിവിന്നുറവുകൾ തേടും ഹദീമായോൻ തിരുസുബ്ഹാനേ. ദുഃഖത്തിൻ കൊടുമുടികളിലെത്തി ഹക്കുടയോനിൽ കഥനം വിരുത്തി ദിക്കെല്ലാം ദുഷ്പേരുകളായി പല കഥകൾ നിവർത്തി. അതിനാൽ കൽബിലെ തീരാ വേദന റബ്ബേ നിന്നിലുണർത്തി. ചുടുനെടുവീർപ്പായി കാരൽ പൊട്ടി കടുകടിനത്താൽ കണ്ണീരൂറ്റി ഇടതടവില്ലാതിരു കരം നീട്ടി ഉയർത്തിടും ഞാനേ കനിവിന്നുറവുകൾ തേടും ഹദീമായോൻ തിരുസുബ്ഹാനേ. തകർത്ത്. ഇനി ആ തലച്ചോറ് കൊണ്ടുള്ള പോരാട്ടം കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് എല്ലാവർക്കും ഷാജഹാൻ ഭായിയുടെ ഇന്നത്തെ രാത്രിയിലെ വിഭവം ആസ്വദിക്കാൻ. ബിഗ് വില്ലയിൽ നിന്നും അക്ഷയ് പേരാവറിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1. സൗദിയിലെ ഏറ്റവും വലിയ വിനോദ ഫെസ്റ്റിവലായ റിയാദ് സീസണിലെ വിവിധ സോണുകൾ ഇന്നു മുതൽ തുറക്കും. ഇന്നലെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ 10,000-ങ്ങളാണ് പങ്കാളികളായത്. മലയാളികളടക്കം ഇന്ത്യൻ കലാകാരന്മാർ പങ്കെടുക്കുന്ന പരിപാടികൾ നവംബർ ആദ്യ വാരത്തിലാണ്. 2030 ഒക്ടോബർ 1 മുതൽ 2031 മാർച്ച് 30 വരെയാണ് റിയാദിൽ എക്സ്പോ നടക്കുക. വെടിക്കെട്ടിന്റെ പശ്ചാത്തലം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സാംസ്കാരിക ചിഹ്നങ്ങൾ അണിനിരന്ന പ്രകടനം. ഇതിനിടയിലൂടെ ന്യൂയോർക്കിലെ ഏറ്റവും പ്രശസ്ത ഫെസ്റ്റിവൽ സംഘാടകരായ മാസീസ് ഒരുക്കുന്ന ഭീമൻ ബലൂണുകളുടെ പരേഡ്. റിയാദ് സീസണിന് ഇങ്ങനെയൊക്കെയായിരുന്നു തുടക്കം. തലസ്ഥാന നഗരിയിലെ കിങ്ഡം മരീനയ്ക്കും ബോളിവാർഡ് വേൾഡിനും ഇടയിലായിരുന്നു ഉദ്ഘാടന പരേഡ്. സീസണിന്റെ പ്രഖ്യാപനം വിനോദ അതോറിറ്റി ചെയർമാൻ പ്രഖ്യാപിച്ചു. أتقدم بخالص الشكر لمقام مولاي خادم الحرمين الشريفين حفظه الله ولسمو سيدي رئيس مجلس الوزراء قائدنا الملهم وعراب الرؤية الأمير محمد بن سلمان حفظه الله على الدعم اللامحدود لقطاع الترفيه. റിയാദ് സീസണിലെ 4 സോണിലേക്ക് പ്രവേശനം സൗജന്യമായിരിക്കും. ബാക്കിയിടങ്ങളിലേക്ക് പ്രവേശന ടിക്കറ്റുണ്ട്. മലയാളി, ഹിന്ദി കലാകാരന്മാർ അണിനിരക്കുന്ന ഇന്ത്യൻ കലാവിരുന്നുകൾ നവംബർ ആദ്യ വാരത്തിലായിരിക്കും. 2026 മാർച്ച് വരെയായിരിക്കും റിയാദ് സീസൺ. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. മറ്റു ചില ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം.
ഒരാഴ്ചക്കിടെ ഇരു ഹറമുകളും സന്ദർശിച്ചത് 13 ദശലക്ഷത്തിലധികം തീർത്ഥാടകർ. ഇതുവരെ എത്തിയത് 2.8 ദശലക്ഷം ഉംറ തീർത്ഥാടകർ. കുവൈത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ 594 നിയമലംഘനം കണ്ടെത്തി. നിരീക്ഷണം ശക്തമാക്കും. കുവൈത്തിലെ അഹമ്മദി സ്കൂൾ ഹെൽത്ത് നഴ്സസ് അലയൻസ് ഒരുമയിലെ ഓണപ്പുലരി സംഘടിപ്പിച്ചു. ബേസിൽ മാത്യു അതിഥിയായി എത്തി. സെന്റ് ജോൺസ് യാക്കോബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് സലാലയിൽ ഓണാഘോഷം നടത്തി. ഇടവക വികാരി ഫാദർ ടിനൂസ് കറിയ ജോയിൻ, എലിയാസ്, ബിജു വർഗീസ്, ഷൈജു തോമസ് എന്നിവർ പങ്കെടുത്തു. അബുദാബിയിലെ ബാബ്സ് ഹിന്ദു ക്ഷേത്രത്തിന് ദി മോണ്ടോ ഡിയാർ അവാർഡ്. ഓഡിയോ വിഷ്വൽ മേഖലയിലെ ഓസ്കർ എന്നറിയപ്പെടുന്ന പുരസ്കാരം ലഭിച്ചത് ഫെയറി ടെയിൽ എന്ന പ്രദർശനത്തിന്. മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേട്ടം ആഘോഷമാക്കി ബഹ്റൈനിലെ ആരാധക കൂട്ടായ്മ. ലാൽ കെഎസിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും നടന്നു. കൊല്ലം സ്വദേശി അരുൺ സുരേഷിന്റെ മൃതദേഹം നാട്ടിൽ സംസ്കരിച്ചു. 2 മാസത്തോളം നീണ്ട നിയമ നടപടികൾക്കൊടുവിലാണ് മൃതദേഹം നാട്ടിലെത്തിച്ചത്. ജൂലൈ 14 അരുൺ ഓടിച്ച വാഹനം ട്രെയിലറുമായി കൂട്ടിയിടിച്ച് തീപിടിക്കുകയായിരുന്നു. ഖത്തർ മൈക്രോ ഹെൽത്ത് ലബോറട്ടറീസിന് കോളേജ് ഓഫ് അമേരിക്കൻ പാത്തോളജിസ്റ്റ് അംഗീകാരം. ലബോറട്ടറികളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന ഏറ്റവും വലിയ അക്രഡിറ്റേഷനുകളിൽ ഒന്നാണ് ഇത്. ലബോറട്ടറികളുടെ ഗുണനിലവാരത്തിനും കൃത്യതയ്ക്കും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട മാനദണ്ഡമാണ് കോളേജ് ഓഫ് അമേരിക്കൻ പാത്തോളജിസ്റ്റ് അഥവാ കാപ്പ് അക്രഡിറ്റേഷൻ. 2 വർഷത്തെ തയ്യാറെടുപ്പുകൾക്കും മൂല്യനിർണ്ണയങ്ങൾക്കും ശേഷമാണ് മൈക്രോ ഹെൽത്തിന് അംഗീകാരം ലഭിക്കുന്നത്. രോഗനിർണയ മികവിൽ ഇതൊരു നാഴികക്കല്ലാണെന്ന് സംരംഭകർ പറഞ്ഞു. 3000 ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനുണ്ട് ഇതിന്. അപ്പോൾ അത്രയും സാധനങ്ങൾ ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ സ്റ്റാഫ് ട്രെയിനിങ് വരുന്നുണ്ട്, നമ്മുടെ ടെസ്റ്റിൻ്റെ ക്വാളിറ്റി വരുന്നുണ്ട്, പേഷ്യൻ്റ് സേഫ്റ്റി, പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യുന്ന ഇൻക്ലൂഡിങ് HR, അപ്പോൾ എല്ലാം കവർ ആകുന്നൊരു സാധനമാണ്. അപ്പോൾ അത്രയും ഒരു എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു രീതിയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾക്ക് പോലും ഇത്ര സ്മൂത്തായിട്ട് ഇങ്ങനെ അക്രഡിറ്റേഷനിലേക്ക് ഫസ്റ്റ് ചാൻസ് തന്നെ പോകുമെന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷേ സക്സസ്ഫുള്ളി വി അക്കംപ്ലിഷ്ഡ് ഇറ്റ്. ആരോഗ്യ മേഖലയിൽ സമ്പൂർണ്ണ മാറ്റം ലക്ഷ്യമിടുന്ന ഖത്തർ നാഷണൽ വിഷൻ 2030യുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് കരുത്തു പകരുന്നതാണ് അക്രഡിറ്റേഷൻ എന്ന് സംരംഭകർ അറിയിച്ചു. ഡോക്ടർ നൌഷാദ് CK, ഡോക്ടർ വിജയ് വിഷ്ണുപ്രസാദ്, അൻസ മേരി, നിജി മാത്യു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദോഹ. സൗദിയിലെ ജിദ്ദയിൽ KMCC സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ പാലക്കാട് ജില്ലയ്ക്ക് കിരീടം. ദേശീയ താരങ്ങൾ ഉൾപ്പെടെ നാട്ടിൽ നിന്നെത്തിയ മത്സരത്തിൽ ഹാട്രിക് ഗോളുകളിലൂടെ കണ്ണൂരിനെയാണ് തകർത്തത്. ആയിരങ്ങളാണ് ഫൈനൽ കാണാൻ ഒഴുകിയെത്തിയത്. 3 വിഭാഗങ്ങളിലായിരുന്നു ഫൈനൽ. ദേശീയ താരം VP സുഹൈർ പാലക്കാടിനായി തൊടുത്തുവിട്ടത് 3 ഗോൾ. സെവൻസിന്റെ വീറും വാശിയും നിറഞ്ഞ മത്സരത്തിൽ കണ്ണൂരിനെ തകർത്ത് പാലക്കാട് കിരീടം നേടി. അഹമ്മദ് സ്മരണാർത്ഥം സംഘടിപ്പിച്ച മത്സരത്തിന്റെ സംഘാടകർ KMCC ജിദ്ദ സെൻട്രൽ കമ്മിറ്റിയായിരുന്നു. ക്ലബ്ബ് മത്സരങ്ങളിൽ ബീറ്റ് ബോൾ FCയെ തകർത്ത് റീം FC ജേതാക്കളായി. അണ്ടർ 17 വിഭാഗത്തിൽ JSC സോക്കറും കിരീടം ചൂടി. ജിദ്ദയെ സംബന്ധിച്ചിടത്തോളം, പ്രവാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് കായിക പ്രേമികൾക്കുണ്ടായിട്ടുള്ളത്. ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ KMCC നേതാവ് ഖാദർ ചെങ്കളയാണ് ഉദ്ഘാടനം ചെയ്തത്. VP മുസ്തഫ, റസാഖ് മാസ്റ്റർ, ഇസ്മായിൽ മുണ്ടക്കുളം, സ്വാലിഹ് മുഹമ്മദ്, ജോയ് മൂലൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. വളരെ ആവേശത്തോടു കൂടിയാണ് കാണികളൊക്കെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് 2 പോളായിട്ടാണ് ഇവിടെ കളി നടത്തിയിട്ടുള്ളത്. ഒന്ന് ജില്ലാ വൈസ് ആയിട്ടും അതുപോലെ തന്നെ 2 ജില്ലയിലെ അറിയപ്പെടുന്ന ക്ലബ്ബുകൾ വെച്ചും വളരെ ആവേശകരമായ കാണികളെയാണ് ഈ സമയത്തും ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒക്ടോബർ ആയതോടെ സൗദിയിൽ ഫുട്ബോൾ സീസണുകൾ സജീവമാകും. പ്രവാസികളുടെ ഒത്തുചേരൽ കൂടിയാണ് ഓരോ മത്സരങ്ങളും. ജിദ്ദയിൽ നിന്നും സാബിത് സലീം, മീഡിയ 1.